നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. എളവള്ളി കടവല്ലൂർ കല്ലിങ്ങൽ സജിക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം പാല ബസാറിൽ രാവിലെ 7ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ വെട്ടുകാട് തെരുവുനായ ആക്രമണം. 2 കുട്ടികൾക്ക് പരിക്കേറ്റു. രായമരക്കാർ വീട്ടിൽ ഹംസയുടെ മക്കളായ ഫായിസ, ഫാത്തിമ, ആസിം എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 7:45ഓടെയാണ് സംഭവം. സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടികളെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 കുട്ടികളെയും കേച്ചേരി എക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ 6-ാം വാർഡിലെ മന്നിക്കര കുട്ടികളുടെ പാർക്ക് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ച് 403 മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വാർഡ് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, ശ്രീധരൻ എടമിനി, രഘുനാഥ് എരഞ്ഞിയിൽ, പുഷ്പാകരൻ കൊച്ചയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത 3400 കുട്ടികളിൽ നിന്നും വിജയികളായ 225 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ചിത്രപ്രതിഭയായി തെരഞ്ഞെടുത്ത TV ചൈതിക്കിനും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച അമൽ ഇംഗ്ലീഷ് സ്കൂളിനും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനും പ്രത്യേക സമ്മാനങ്ങൾ നൽകി. മെട്രോ ഹാളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജെയ്സൺ ഗുരുവായൂർ, ഗിരീഷ് C. ഗീവർ, ബാബു M. വർഗീസ്, ജോബി വാഴപ്പിള്ളി, അജിത രഘുനാഥ്, MR സുരേന്ദ്രൻ, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായ പറ പുറപ്പെട്ടു. ജനുവരി 29, 30, 31 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടക്കുക. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. 27-ന് ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയോടനുബന്ധിച്ച് നൃത്തങ്ങൾ അരങ്ങേറും. 28-ന് റോക്ക് ആൻഡ് രാഗ ഓർക്കസ്ട്രയുടെ ഗാനമേള നടക്കും. 29-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കൊട്ടിക്കയറും. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂ റിഥം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വികസനം ചർച്ച ചെയ്യാതെ മതത്തിലൂന്നിയുള്ള 3 മുന്നണികളുടെ രാഷ്ട്രീയം നാടിന് ആപത്താണെന്ന് ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. ആം ആദ്മി ജില്ലാ നേതൃയോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്ഷേമ രാഷ്ട്രീയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. ഡയലോഗ് അടിക്കാനും ചർച്ചകളിൽ സജീവമാകാനും ആർക്കും കഴിയും. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും വികസനം പറഞ്ഞ് കേരളത്തിൽ വോട്ട് ലഭിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പോളി ഫ്രാൻസിസ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ, സിന്ധു സന്തോഷ്, ജിതിൻ സദാനന്ദൻ, റാണി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ ഞാൻ വിമർശനാത്മകമായി പറയട്ടെ, ഞാൻ ഈ സംഭവം പറഞ്ഞ് വളരെ വെരി നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഈ 2020 വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഇടപെടാൻ ഞാൻ എറണാകുളം ജില്ലയിലടക്കം വളരെ സ്ട്രിക്റ്റ് നിർദ്ദേശം കൊടുത്തിട്ടും ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ചെയ്തു പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. ഇതാണ് പ്രശ്നം.
എല്ലാവരും ഡയലോഗ് അടിയും ചർച്ചകളും നടത്തും. പക്ഷേ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഒരു ആക്ടിവിറ്റി ഫോം ചെയ്യാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് എനിക്കറിയില്ല. ഡൽഹിയിലും പഞ്ചാബിലെയും വികസനം പറഞ്ഞ് കേരളത്തിൽ വോട്ട് കിട്ടത്തില്ല, കാലം കഴിഞ്ഞു. ഡൽഹിയിലും പഞ്ചാബിലും നാഷണൽ കമ്മിറ്റിയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഫണ്ട് ഫണ്ട് ഫണ്ട്. നമ്മളിപ്പോൾ ഫണ്ട് ചോദിക്കുന്നില്ല, കാരണം അവർ പറഞ്ഞു ഫണ്ടില്ല. KSU കാട്ടകാമ്പാൽ മണ്ഡലം സമ്മേളനം നടത്തി. KSU തൃശൂർ ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി അധ്യക്ഷതയിൽ നടന്ന യോഗം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുഖ്യപ്രഭാഷണം നടത്തി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത്ത് പെരുമ്പിലാവ് ആശംസകൾ നേർന്നു. തുടർന്ന് KSU കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് പുതുതായി തെരഞ്ഞെടുത്ത മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റായി അൻവർ KH, ജനറൽ സെക്രട്ടറിയായി രാഹുൽ പള്ളിക്കര, വൈസ് പ്രസിഡന്റ് ഹൃദിക്കിനെയും തെരഞ്ഞെടുത്തു. വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. കൂടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. രാത്രി അമ്പ് സമാപനം, വിശുദ്ധ കുരിശിന്റെ ആശീർവാദം, വർണ്ണക്കാഴ്ച എന്നിവ നടന്നു. തിരുനാൾ ദിവസം ആഘോഷകരമായ പാട്ടുകുർബാനയ്ക്ക് പാവർട്ടി ഇടവക നവവൈദികൻ ഫാദർ എൽദോസ് ചിറമൽ മുഖ്യ കാർമ്മികനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയ വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. പെരിഞ്ചേരി ഇടവക നവവൈദികൻ ജോബിൽ ഐനിക്കൽ സഹകാർമ്മികനായി. സന്ധ്യയ്ക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മങ്ങാട് ഇടവക നവവൈദികൻ ഫാദർ ജിജോ തറയിൽ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നാടകം എന്നിവ നടന്നു. ചരമം കുറുക്കൻപാറ മണിയന്ത്ര വീട്ടിൽ പരേതനായ കൃഷ്ണൻ മകൻ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തും. പരേതയായ മാധവി അമ്മയും ഷീബ ഭാര്യയുമാണ്. കൃഷ്ണേന്ദു, മാധവ് കൃഷ്ണ എന്നിവർ മക്കളാണ്. കെംടെക് അക്വ ഓണർ സജിത് ചോലയുടെ മാതാവ് വടുതല ഉള്ളിശ്ശേരി ചോലയിൽ വാസു ഭാര്യ സുമതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടക്കും. സുഷിത, സന്തോഷ് എന്നിവർ മറ്റു മക്കളാണ്. വേലൂർ അറങ്ങാശ്ശേരി ജോസ് മകൻ വിപിൻ നിര്യാതനായി. 30 വയസ്സായിരുന്നു. തളിർ ബഡ്സിലെ വിദ്യാർത്ഥിയാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടക്കും. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.